ഇന്നത്തെ കറിക്കായിട്ട് മത്തിയാണേ വാങ്ങിച്ചത്. അത് കൊണ്ടുവന്നപ്പോഴേ വിചാരിച്ചു ഇന്ന് മാങ്ങയിട്ടത് പീര വയ്ക്കണമെന്ന്. കാരണം മുറ്റത്തെ മാവിൽ മാങ്ങയൊക്കെ അവിടെ ഇവിടങ്ങളായിട്ടൊക്കെ കായ്ച്ച് നിൽപ്പുണ്ട് കേട്ടോ. എല്ലാം ഒന്നും വിളഞ്ഞിട്ടൊന്നുമില്ല, കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ വിളഞ്ഞ് നിൽപ്പുണ്ട്. അത് രണ്ടെണ്ണം പറിച്ചുകൊണ്ട് ഞാനിങ്ങനെ അകത്തോട്ട് ഇങ്ങനെ കയറിപ്പോന്നു. എന്നിട്ട് മത്തിയും എടുത്തുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി അത് വെട്ടാനായിട്ട് അവിടെ ഇരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് പൂച്ച ഇങ്ങനെ വന്നു, ആ തലയെല്ലാം അവന് ഞാൻ ഇട്ട് കൊടുത്തു. അങ്ങനെ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞ് ചട്ടിയും കൂടെ കടവിലോട്ട് ഇങ്ങനെ കഴുകിക്കൊണ്ട് ഞാനിങ്ങനെ കയറിപ്പോന്നു കേട്ടോ. അകത്ത് കയറി വന്നിട്ട് പീരയ്ക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അങ്ങോട്ട് തിരുമ്മി എടുത്തിട്ട് അതങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഞാൻ പറിച്ച മാങ്ങ കുന അരിയാനായിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കുവാണേ. അപ്പം മാങ്ങയിട്ട് മത്തി വയ്ക്കുന്നത് നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ അതിനുവേണ്ടി എടുത്തത്. അതിന് ഏറ്റവും നല്ലത് ഈ മൂവാണ്ടൻ മാങ്ങയാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനെ പച്ചമുളകും കൂടെ അങ്ങോട്ട് അരിഞ്ഞിട്ടു. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചുമന്ന മുളക് കൂടെ അരിഞ്ഞെടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ഓൾറെഡി മാങ്ങായും കൂടെ അരിഞ്ഞ് നേരത്തെ അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീനെടുത്തിട്ട് അതിനകത്തോട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കേട്ടോ. നല്ലപോലെ അങ്ങോട്ട് ഇളക്കി ഇച്ചിരി ഉലുവായും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ചേർത്തിട്ട് അടുപ്പിലോട്ടങ്ങ് വെച്ച് അടുപ്പൊക്കെ വെച്ചങ്ങ് അടച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മത്തി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ മാങ്ങാടെയൊക്കെ ഒരു സ്മെല്ല് നല്ലതായിട്ട് വരുന്നുണ്ട് കേട്ടോ.